ഹലോ, വാട്ടർ പെയിൻറ്റിംഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേപ്പർ വെറ്റാക്കി. അതിനുശേഷം കോബാൾട്ട് ബ്ലൂ ആണ് ആകാശത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുത്തത് ബ്രസ്റ്റ്രോ ബ്രാൻഡിൻ്റെ പേർപ്പിൾ കളറാണ്. ആ ഷെയ്ഡ് ഉപയോഗിച്ച് പേപ്പറിൻ്റെ ഏകദേശം പകുതിയോളം ആ ഷെയ്ഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ആ ഒരു ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്ത് വെറ്റായ പെയിൻറ്റിലേക്ക് തന്നെ വീണ്ടും നിറങ്ങൾ ചേർക്കുക. അതിനുശേഷം ഒരു ഡാർക്കായിട്ടുള്ള കളറാണ് അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം സാപ്പ് ഗ്രീൻ ഉപയോഗിച്ച് നെക്സ്റ്റ് ലെയർ ചെയ്തിരിക്കുന്നു. ചെറിയ ചെറിയ വൈറ്റ് ഏരിയാസ് വന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ ചിത്രപട്ട് എന്ന ബ്രാൻഡിൻ്റെ 400 GSM റഫ് പേപ്പറാണ്. അപ്പോൾ പേപ്പറിൻ്റെ മുകളിലുള്ള ആ ഒരു സർഫസിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത്തരം ഏരിയാസ് ഫോം ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് വാട്ടർ കളറിൽ ചിലർക്ക് ഇഷ്ടമുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ഏരിയാസ് ലീവ് ചെയ്യും. ബ്രഷ് ഒരു ആംഗിളിൽ പിടിച്ച് ചെയ്യുമ്പോഴാണ്, നേരിട്ട് കുത്തനെയല്ലാതെ ഒരു ആംഗിളിൽ പിടിച്ച് ചെയ്യുമ്പോൾ ഇത്തരം ഏരിയാസ് ഫോം ചെയ്യും. കാരണം പേപ്പറിൻ്റെ സർഫേസ് റഫ് ആയിരിക്കുന്നതുകൊണ്ട്. ഇനി നല്ല ഒരു ഡാർക്ക് കളർ ഉപയോഗിച്ച് ഉണങ്ങാത്ത പെയിൻറ്റിന് മുകളിൽ തന്നെ ആ ഡാർക്ക് പച്ച ചെയ്തിരിക്കുന്നു. അകലെയുള്ള മരങ്ങളെ അല്ലെങ്കിൽ പച്ചപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. പെയിൻറ്റ്സ് യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാൻ അനുവദിക്കുമ്പോഴാണ് വാട്ടർ കളറിൽ വളരെ ബ്യൂട്ടിഫുള്ളായ ചില എഫക്ട്സ് ഉണ്ടാവുന്നത്. വീണ്ടും ചെറിയ ഷെയ്ഡിങ് പോലെ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുകയാണ്. ഇത്രയും വരച്ചു വെച്ച ഏരിയയിലേക്ക് ഇതെല്ലാം ഡ്രൈ ആയതിനു ശേഷം ഞാൻ ചെറിയ മരങ്ങൾ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും അടിയിലും കുറച്ച് വൈറ്റ് സ്പേസ് വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മരങ്ങളുടെ റിഫ്ലക്ഷൻസ് എന്ന രീതിയിൽ കാണിക്കാനായി കുറച്ച് വെർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്യുന്നു. ഇത് ഫുള്ളായിട്ടും ഉണങ്ങിക്കഴിഞ്ഞാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അതെല്ലാം പടർന്ന് വീണ്ടും ആ വൈറ്റ് ഏരിയാസ് നമുക്ക് നഷ്ടമാവും. അതേപോലെ ഈ ഒരു ഭാഗത്തും ഞാൻ ആദ്യം മരങ്ങളുടെ റിഫ്ലക്ഷൻസ് കാണിക്കാൻ വേണ്ടി വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഡ്രൈ ടൈമും കൂടെ കൊടുക്കുകയാണ്. മുകൾ ഭാഗത്ത് മരങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തെ പേപ്പർ ഡ്രൈ ആവാൻ വേണ്ടി. അതിനുവേണ്ടി ഡ്രയർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പേപ്പർ ലീവ് ചെയ്ത് അത് ഉണങ്ങാൻ എടുക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ചെയ്യാം. ബ്രഷ് കുത്തനെ പിടിച്ചുകൊണ്ടും പിന്നെ പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ചെറിയ കോറിയിടലുകൾ ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ മരങ്ങളുടെ ചില്ലകളെല്ലാം കോറിയിടാൻ സാധിക്കും. ഇത് പല യൂട്യൂബ് വീഡിയോസിലും പലരും ചെയ്ത് കാണുന്ന ഒരു സ്റ്റൈലാണ്. ഇപ്പോൾ ഏകദേശം പെയിൻറ്റിങ് ഇത്രയായി. ഇനി ചെറിയ ചെറിയ ചില്ലകൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പേപ്പർ മുഴുവനായിട്ടും ഡ്രൈ ആയിരിക്കണം. ചെറിയ ചെറിയ ചില്ലകളും കൂടെ വരച്ചു. നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആ വൈറ്റ് ഏരിയയിൽ ചെറുതായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കൂടെ കൊടുത്തു. പ്യുവർ വൈറ്റായി ലീവ് ചെയ്യുന്നതിന് പകരം പേപ്പറിൻ്റെ നടുഭാഗത്ത് വൈറ്റായിട്ട് തന്നെ ലീവ് ചെയ്തു. ഓൾറെഡി വൈറ്റ് ഏരിയാസ് നമ്മൾ തൊടാതെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സ് ഇടയിൽ കൊടുക്കുന്നു. പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ട്രൈ ചെയ്യുക.